ഇന്ന് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു അമ്പലത്തിലെ ഉത്സവത്തിനാണ്. ആമി ചെരുപ്പിടാൻ മറന്നു കഴിഞ്ഞാൽ തിരിച്ചോടിപ്പോയി. ഇറങ്ങുന്ന സമയത്തൊരു മാങ്ങ കിട്ടി, അതെടുത്ത് വെച്ചു. പിന്നെ ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേരാണ് ഹരിമുറ്റം. ഇവിടെ മഹാദേവനും ഉണ്ട്, മഹാവിഷ്ണുവും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അതിന് ഹരിമുറ്റം എന്ന് പേരിട്ടത്. അതിൻ്റെ ഐതിഹ്യത്തിനെ പറ്റിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളും ഒരു വെജിക്കടയും ഉണ്ട്. ശരിക്കും ഞാൻ ഈ ശാരദ ചേച്ചിയുടെ തിരുവാതിര കാണാൻ വന്നതാണ്. പക്ഷെ ഞാൻ ചെന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ തിരുവാതിര കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അകത്ത് കയറി തൊഴാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 2 പേരുണ്ടെന്ന്. മഹാദേവനും ഉണ്ട്, മഹാവിഷ്ണുവും ഉണ്ട്. ഇത് മഹാവിഷ്ണുവിൻ്റെ അവിടെ കൊടിയേറിയതാണ്. 2 പേരും ഫേസ് ടു ഫേസ് അല്ല, ഓപ്പോസിറ്റ് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ഒരാൾ ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഒരാൾ റൈറ്റിലോട്ട് നോക്കി. അങ്ങനെയാണ് പ്രതിഷ്ഠ. ആമി വന്നപ്പോൾ തൊട്ടുള്ള പരാതിയാണ് ആമിക്ക് ആനയെ കാണണമെന്ന്. ആനയൊക്കെ അവിടെ നിൽക്കുക. പിന്നെ നമ്മൾ പുറത്തിറങ്ങി വന്ന് കുറച്ച് നേരം ആമിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് അവിടെ നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഭരതനാട്യമൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. ഈ ആമിയുടെ അച്ഛൻ്റെ തോളത്തിരുന്നാണ് ആസ്വദിക്കുന്നത്. ഇത് ആമിയുടെ അച്ഛൻ തിരിച്ചു പോകുന്നതും വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സോഷ്യൽ കിച്ചണിൽ വന്നു. ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് പോകണം എന്ന് വെച്ചൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ മെനു, നമ്മൾ തന്നെ ഈ സ്ക്രീനിൽ നമ്മൾ തന്നെ ഓർഡർ എടുത്ത് നമ്മൾ അവിടെ തന്നെ പേ ചെയ്ത് അവിടെ നമുക്കൊരു ടോക്കൺ തരും. അത് നമ്മൾ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുക. നമ്മളെ ടോക്കൺ നമ്പർ വിളിക്കുന്നതനുസരിച്ച് നമ്മൾ പോയി ഫുഡ് കളക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ഇരിക്കാനൊന്നും അങ്ങനെ ഒരു സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആൾക്കാർ പോകുന്നതനുസരിച്ച് നമ്മൾ സീറ്റ് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കുക. നിന്ന് കഴിക്കാൻ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകത്തില്ലേ, കഴിക്കാനുള്ള വലിയ സെറ്റപ്പൊന്നും ഇല്ല. നമ്മുടെ കേരളത്തിൽ അത് വളരെ കുറവാണ്. ഞങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഈ ദഹി വടയായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പാവ് ഭാജി സൂപ്പറായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ ഇത്രയും ടേസ്റ്റിൽ പാവ് ഭാജി അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ലസ്സി അതും സൂപ്പറായിട്ടുണ്ട്. വെജ് മാത്രമേ ഇവിടെ ഉള്ളേ. പിന്നെ നമ്മുടെ ആകെ ഇച്ചിരി ഫ്ലോപ്പായിപ്പോയത് ഈ പുലാവാണ്. പിന്നെ ഈ കേർഡ് റൈസ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ മഷ്റൂം പെപ്പർ ഫ്രൈ അതും സൂപ്പറായിരുന്നു. പിന്നെ എറണാകുളത്ത് നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കുന്നവർ ഇവിടെ എന്തായാലും പോയി ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്.